ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി നിൽക്കുന്ന 4 സെന്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിൽക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. ഏകദേശം 5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവെച്ച റോഡാണ് ഈ ഒരു സൈഡ് കാണുന്നത്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഒന്നാമതായി നിൽക്കുന്ന വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. 2 ഗേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഗേറ്റ് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്നതും അപ്പുറത്തായി ചെറിയൊരു ഗേറ്റ് ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ്. വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് കാണാം. 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാണുന്നത് വാട്ടർ കണക്ഷൻ്റെ മീറ്റർ ബോക്സ് ആണ്. അതായത് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. കിണറിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസാണ് ടൈലിട്ട് വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം. ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10ഓളം ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. വലിപ്പമുള്ള വിൻഡോകൾ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഓപ്പൺ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയായി ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അത് മൾട്ടിവുഡിൽ തന്നെയാണ്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം പണിതിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂം ഇവിടെ ലഭ്യമാണ്. കബോർഡ് വർക്ക് കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം അഡീഷണലായി കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള വിൻഡോകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്നൊരു ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്താണ് ബാത്റൂം വരിക. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വരാം. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡിലും നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലാം. ഒരു എൽ ഷേപ്പോടുകൂടി വരുന്ന ഹോളിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയായി 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. നേരെ കാണുന്ന ആ ഒരു കോർണറിലായി ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലായി വലിപ്പമുള്ള 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്.
ഇവിടെയും 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ നമുക്ക് കാണാം. കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും ഈ ഒരു ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പുക്കാട്ടുപടിയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും എറണാകുളത്തിന്റെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിൽ വന്നെത്തി നിൽക്കുകയാണ്. 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന 4 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 63 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.